നീ സ്രാവുമായിട്ട് യുദ്ധം ചെയ്തിട്ട് വരികയാണോ? സ്രാവുകളുമായി നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? അതറിഞ്ഞിട്ട് നീ എന്തിനാ യുദ്ധം ചെയ്തത്? ഞാനും സിൻബാദും ആവശ്യമില്ലാതല്ല വഴക്കുണ്ടാക്കിയത്, വിശ്വസിക്കോ? സക്കീർ, നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞോ? സൊറയ, നിന്റെ അമ്മാവനൊരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതുപോലൊരു ഗ്രഹം ആരും കണ്ടുപിടിച്ചിട്ടില്ല. എന്ത് പുതിയ ഗ്രഹമോ? നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളൊന്ന് അകത്തേക്ക് വരൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും. ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്താണെന്നറിയോ? ഒരു വലിയ മല നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് വലിയ മലയോ? അത് ഭൂമിയെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണോ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത് പതിയെയാണ് വരുന്നത്. ഞാനതിന് ഇന്നലെയാ കണ്ടുപിടിച്ചത്. നാളെ രാത്രി ആ മല കാണുവാൻ ഇവിടെയുള്ള എല്ലാവർക്കും സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. ഇത് കണ്ട് പൊതുജനങ്ങൾ സന്തോഷിക്കണം. ഈ ഗവേഷണം ഇവിടെയുള്ള ചിലർക്കൊന്നും ഇഷ്ടമല്ല. അവരിതിനെയൊക്കെ ഒരു അപശകുനമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറേയില്ല. ഞാൻ കണ്ടുപിടിച്ച ഈ കാര്യം തീർച്ചയായും പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇതാണല്ലേ ഇത്രയും നാൾ രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്നത്. ഇതെങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ആ പുതിയ ഗ്രഹം കാണാമോ? ആ അത്ഭുതകരമായ കണ്ടുപിടുത്തം നിങ്ങളെ ഞാൻ തീർച്ചയായും കാണിക്കാം. അത് കാണുന്നതിന് മുമ്പായി നിങ്ങളൊന്ന് കുളിച്ചിട്ട് വരികയാണെങ്കിൽ നന്നായിരുന്നു. ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഒരാഴ്ചയായിട്ട് കുളിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇല്ല ഇല്ല, ഈ ലോകത്തിന്റെ അവസാനം അടുത്തു കഴിഞ്ഞു. അവൻ കാരണം എനിക്ക് ചീത്തപ്പേരുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനാണ് ഈ ദ്വീപിലെ ഏറ്റവും വലിയ പണ്ഡിതൻ. നാളെ അവൻ ഏറ്റവും വലിയ പണ്ഡിതനാണെന്നുള്ള പേരെടുക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്ത് എന്റെ പേര് നിലനിർത്തിയേ പറ്റൂ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കും. ഓ, അത് കാണാൻ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ എല്ലാവരും പുറപ്പെട്ടു അല്ലേ? ഇനിയാണ് എന്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. ഇവിടെയുള്ള പ്രതിമകൾക്കെല്ലാം ഞാൻ ജീവൻ നൽകാൻ പോവുകയാണ്. എല്ലാത്തിനും ജീവൻ നൽകാൻ എനിക്ക് കഴിയും. പ്രതിമകളെ, അവരെ എല്ലാരെയും ഭയപ്പെടുത്തി എന്റെ കാൽ കീഴിൽ കൊണ്ടുവന്നിട. നിങ്ങൾ ഈ കാണുന്നത് പുരാതനമായ ഒരു കൊട്ടാരമാണ്. തലമുറകളായി ഞങ്ങളാണ് ഇതിനെ സംരക്ഷിച്ചു വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടോ? അതെ, എന്തോ പാറ അനങ്ങിയതുപോലൊരു ശബ്ദം കേട്ടു. അമ്മാവ, എനിക്ക് ആ പുതിയ ഗ്രഹം കാണാൻ കഴിയുന്നില്ല. നീ ഒരുപാട് ധൃതി കാണിക്കാതെ എല്ലാ കാര്യത്തിലും കുറച്ച് ക്ഷമയൊക്കെ വേണം. നീ ഇതൊന്ന് നോക്കിക്കേ. ഇതാണ് നിലവിലുള്ള ഗ്രഹങ്ങളുടെ ഗ്രഹനില. ഇതിനെന്തു പറ്റി? കുറച്ചു നേരം കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുമെന്ന് തോന്നല്ലോ. സിന്ധുബാദ്, ഈ പ്രതിമകളൊക്കെ ഇളകുന്നു. ഇങ്ങോട്ട് വന്ന് നോക്ക്. അമ്മാവ, നമുക്ക് പോകാം. ഈ കാഴ്ച എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നമ്മൾ ആപത്തിലാണ്. എല്ലാം നമ്മുടെ നേർക്കാണ് വരുന്നത്. അമ്മാവ, നമുക്ക് ഉടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വരൂ. ഹക്കീം, താഴെ പോ. എടാ പാറക്കല്ലേ, ഇങ്ങോട്ട് നോക്കടാ. എനിക്കിവിടെ ഒന്നും നീന്താൻ പറ്റില്ല. ശരി, വാ, വേഗം പോ. ഹക്കീം, ഇതൊന്നും പിടിച്ചേ. ഇപ്പൊ നമുക്ക് ഇവന്മാരെ പിടിക്കാം. വാക്കിനെ വിളിക്കൂ. ഇനി അവരെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നീയാണ് സിൻബാദ്. നീ ആദ്യം ഇവിടുന്ന് പൊയ്ക്കോ. സൊറായ, നിന്റെ സുഹൃത്തിന് ഈ ദ്വീപിൽ ഉണ്ടാവാൻ പാടില്ല. ഉടനെ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറ. നിൽക്കമ്മാവ, അവൻ. നീ തിരക്ക് കാണിക്കില്ലേ സറായ? അല്പം ക്ഷമിക്കേ. എന്തുപറ്റി? എല്ലാ സാധനങ്ങളും പറക്കാണല്ലോ. എന്താ ഇത്? നമുക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നങ്കൂരവും വെള്ളത്തിലേക്ക് തെറിച്ചു. കടലിനടിയിൽ എന്തോ കുഴപ്പമുണ്ട് ഹക്കീം. ഇതുപോലത്തെ കഥയൊന്നും എന്നോട് പറയണ്ട. ഞാനിത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ദ്വീപിൽ നിന്നും ഉടൻ തന്നെ പോകണം. അമ്മാവ, നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കുറിച്ച് വിശ്വാസമുണ്ടോ? നിങ്ങള് കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഗ്രഹം മൂലം ഒരു വലിയ ആപത്തുണ്ട്. ഓഹോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. അതിനു മുമ്പ് ഇവരോടെല്ലാം ഇവിടുന്ന് പൊയ്ക്കോളാൻ പറ.
സംശയം ശരിയായിരുന്നു. സാഗീർ കണ്ടുപിടിച്ച ആ ഗ്രഹം നമുക്കെല്ലാം ആപത്തുണ്ടാക്കുമെന്ന് നിസ്സംശയം പറയാം. ശാസ്ത്രജ്ഞരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനതിനെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിന്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തായിരിക്കുകയാണ്. ഞാൻ കണ്ടുപിടിച്ച ഗ്രഹം നീ കണ്ടുപിടിച്ചതാണെന്ന് പറയുന്നു അല്ലേ? അത് സത്യത്തിൽ ഞാനാണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ അതൊരു പ്രശ്നമല്ല. ഈ ഗ്രഹം കൊണ്ട് നമുക്കെന്താണ് ഗുണമെന്നാണ് അറിയേണ്ടത്. എങ്ങനെയുണ്ട് എന്റെ പദ്ധതി? സുറായ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ ഇവിടുന്ന് പോകണം. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ശരി അമ്മാവാ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അമ്മാവനെ എന്തിനാ എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ ഗവേഷണം നടത്തുന്ന സ്ഥലത്ത് പോയി ഒന്ന് നോക്കിയിട്ട് വരാം. എനിക്കെന്തോ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. കുരങ്ങനെ പോലെ അവൾ ചാടി ചാടി കേറുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലല്ലോ. ആഹാ, ഇത് കണ്ടോ? 2 ദിവസങ്ങൾക്ക് മുൻപ് അമ്മാവൻ ആകാശത്തുള്ള ഗ്രഹങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തി വെച്ചിരിക്കുന്നു. പക്ഷെ ഇന്നലെ രാത്രി ഗ്രഹങ്ങളെല്ലാം അതിന്റെ പാത വിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് മനസ്സിലായി. ആ വയസ്സനാണ് ഗ്രഹങ്ങളെയൊക്കെ മാറ്റി ലോകത്തെ നശിപ്പിക്കാൻ നോക്കുന്നത്. ശരിയാണ് നീ പറഞ്ഞത്. അങ്ങേർക്ക് ഇതിനെ കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ടാ നിന്റെ അമ്മാവൻ ഗ്രഹം കണ്ടുപിടിച്ചെന്ന് അദ്ദേഹം സമ്മതിച്ചു കൊടുക്കാത്തത്. മറ്റുള്ളവരുടെ വളർച്ച അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിനൊക്കെ കാരണം അയാളാണ്. ഇയാൾ കാണിച്ചിരിക്കുന്ന ഈ കാര്യം കാരണം ലോകം തന്നെ ആപത്തിലാണ്. ഓ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ജോത്സ്യക്കാരി പറഞ്ഞതെല്ലാം തീർച്ചയായും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളാണല്ലേ നിങ്ങളുടെ ഭാവി കാലത്തിൽ എന്തൊക്കെയാ സംഭവിക്കുക എന്ന് കണ്ടുപിടിച്ചു കാണുമല്ലോ. പക്ഷെ നിന്റെ ഭാവി കാലം എന്റെ കയ്യിലാണുള്ളത്. ഏയ് സിൻബാദ്, ഈ ചെടികൾക്കെല്ലാം ജീവൻ വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് ഞങ്ങളെ ഇറക്കിവിട്. എനിക്ക് വേദനിക്കുന്നു. പിള്ളേരെ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ആ മന്ത്രവാദി അവനെ തടവറയിലാക്കി. അവൻ കണ്ടുപിടിച്ച ഗ്രഹം അവനെ തന്നെ നശിപ്പിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഈ ദ്വീപിലെ ജനങ്ങൾ എന്റെ വാക്ക് വിശ്വസിച്ചിരിക്കുകയാണ്. നിങ്ങളത് നശിപ്പിക്കുമെന്ന് തോന്നുന്നല്ലോ. ഇല്ല, ഞങ്ങൾ ഒരു ശല്യവും ചെയ്യില്ല. ഞങ്ങളെ വിട്ടേക്കോ. ഇനി ഞാൻ മാത്രമല്ല, നിങ്ങളെ ആരും വിശ്വസിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുമാവില്ല. കണ്ടോ? ആ ആനയുടെ അടുത്ത് സൂക്ഷിച്ചു വേണം. അത് നിങ്ങളെ ചവിട്ടിക്കളയും. ഭയപ്പെടണ്ട. ആ ആന കളിപ്പാട്ടം അതിന്റെ വാരി കയറിയത് കൊണ്ടാ കുരച്ചത്. അതെ അതെ, ആന വളരെ ആർത്തുള്ള മൃഗമാണ്. അതിനോട് എന്തെങ്കിലും തെറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ അത് നമ്മോട് വിരോധം കാണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സിന്ധുബാദും അവന്റെ ആത്മസുഹൃത്ത് ഹക്കീമും ബാഗ്ദാദ് തുറമുഖത്ത് വന്ന് ഇത്രയും നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയപ്പോ വളരെ സന്തോഷം തോന്നുന്നു അല്ലേ ഹക്കീം? ഇറങ്ങി കിട്ടിയാ മതിയായിരുന്നു. വയറ് നിറച്ചും തിന്നാൻ പോവാ. എനിക്ക് വിശന്നിട്ട് വയ്യ. ദേഷ്യപ്പെടില്ല ക്വാക്ക്. തീർച്ചയായും നിനക്ക് ഞാൻ തരും. നമ്മൾ കരയ്ക്ക് അടുക്കാറായി ഹക്കീം. ഞാൻ പോയി എല്ലാം റെഡിയാക്കാം സിന്ധുബാദ്. എന്റെ അമ്മാവന് ഉടനെ തന്നെ ഈ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റു ജോലികളെല്ലാം. ഒന്ന് വേഗം പോ. അവർക്ക് കൊടുക്കാൻ താമസിച്ചാൽ അവരെന്നെ കൊന്നുകളയും. വിഷമിക്കാതിരിക്കെ, ഇനിയും കുറച്ച് സമയം കൂടി മതി നമുക്ക് അവിടെ എത്താൻ. ഇത് അവനല്ലോ. അതാരാണ്? ഓ, ഇവനാണോ സിന്ധുബാദ്? ഇത് ഹക്കീം എന്ന് തോന്നുന്നു. ഇതാണോ ക്വാക്ക്? ഇവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നത്? നിങ്ങളാണോ സിന്ധുബാദ്? എന്നെയാണോ നിങ്ങൾ സിൻബാദ് എന്ന് വിളിച്ചത്? അതെ, നിങ്ങളോട് സറായ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സറായയോ? ശരി, സിൻബാദിനോട് എന്ത് കാര്യമാണോ നിങ്ങൾ പറയാൻ വന്നത് അത് എന്നോട് പറഞ്ഞോളൂ. അതായത് സിൻബാദിനോട് പറയാൻ വന്നത്. അവൾ ആനദ്വീപിലേക്ക് പോയിരിക്കുക. അവളുടെ കൈവശം ഒരു മാപ്പ് ഉണ്ടത്രേ. എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടുണ്ട്. ആ ദ്വീപിലുള്ള ആനകള് 100 വർഷം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പോയതാണെന്ന്. ആനകളുടെ ദ്വീപോ?
എങ്ങനെയാ അവിടേക്ക് പോകുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ കയ്യിൽ ആനദ്വീപിന്റെ പണമുണ്ട്. പക്ഷെ ഇതെല്ലാം തലകീഴാണല്ലോ കാണുന്നത്. ഒരു നിമിഷം നിക്ക്. ഇപ്പൊ നോക്കുക, നിങ്ങളുടെ കയ്യിൽ പതിഞ്ഞിട്ടുണ്ട്. ആനകളുടെ ദ്വീപിലേക്ക് പോകാനുള്ള ഭൂപടമാണല്ലേ ഇത്? വളരെ നന്ദി സിൻബാദ്, നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. അയ്യോ, ഈ സമ്മാനം മാമന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ, അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാം. ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് പോവാ? എങ്ങനെയെങ്കിലും പോ, ഞാനെന്ത് വേണം? നമ്മൾ എങ്ങനെയാ വന്നോ സിന്ധുബാദ്? നാടെന്ന് പറഞ്ഞ നാട് തന്നെയല്ലേ? സിന്ധുബാദ് എന്നാണല്ലോ പറഞ്ഞത് ഈ പയ്യൻ. വാ ഹക്കീം, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും പോയി കഴിക്കാം. ഒന്ന് നിന്നെ അവിടെ. നിങ്ങളാണോ സിന്ധുബാദ്? ഇതാണോ ഹക്കീം? ഇത് ക്വാക്കാണോ? ദേഷ്യപ്പെടണ്ട ക്വാക്ക്, നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ചു വന്നതാണോ? അതെ, സിന്ധുബാദ് എന്നൊരാളെ അന്വേഷിച്ചു വന്നതാ. ഞാനാ സിന്ധുബാദ്. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? ഞാൻ അറിയാതെ അവനോടൊരു വാർത്ത പറഞ്ഞു പോയല്ലോ. എന്ത് വാർത്ത? സറായ നിങ്ങൾക്ക് വേണ്ടി ഒരു വാർത്ത അയച്ചിട്ടുണ്ട്. അവൾ ആനദ്വീപിലേക്ക് പോയെന്നോ? ആ ദ്വീപിലെ കാവൽക്കാരനൊരു വലിയ മൃഗമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് സത്യമാണ് ഹക്കീം. നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് സിറായെ സഹായിക്കണം, കേട്ടോ? ഈ മാപ്പ് വെച്ച് നിങ്ങൾക്ക് അവിടെ പോയി ചേരാം. വളരെ നന്ദി. അവിടെ എത്തുന്നത് വരെ ഇത് മായാതെ നോക്കണം. ബോട്ട് ശരിയാക്കി ഹക്കീം, നമ്മൾ ആനദ്വീപിലേക്ക് ഉടനെ തന്നെ പുറപ്പെടണം. ആ വയസ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് രേഷകാൾ അവന്റെ അമ്മാവന്റെ മക്കൾ ഈ വിവരങ്ങളെല്ലാം അറിയിക്കുവാൻ പോയി. അയാളോട് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞ് അയാളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അമ്മാവ, ഞാൻ അമ്മാവന് വേണ്ടി ഒരു നല്ല സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം മരുമകനെ. ഈ പൂച്ചയാണോ? അല്ലല്ല, ഞാൻ ഈ പൂച്ചയെ കുറിച്ചല്ല അമ്മാവ പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ അമ്മാവൻ ഒരുപാട് സന്തോഷിക്കും അമ്മാവ. പറയാനുള്ളത് വേഗം പറഞ്ഞിട്ട് പോ, എനിക്ക് ഭക്ഷണം കഴിക്കണം. ആനകളുടെ ദ്വീപിലേക്ക് വഴി കാണിക്കുന്ന ആ രഹസ്യ ഭൂപടം ഞാൻ കണ്ടുപിടിച്ചു അമ്മാവ. ആനകളുടെ ദ്വീപോ? സത്യമാണോ നീ പറയുന്നത്? അതെ അമ്മാവ, ആ വഴി എനിക്കറിയാം. ഈ പുസ്തകമാണ് ഞാൻ അന്വേഷിച്ചത്. ആ ദ്വീപിൽ ആനക്കൊമ്പുണ്ട്. ആ കൊമ്പുള്ളത് കൊണ്ടാണ് ആനകൾ ദീർഘകാലം ജീവനോടെ ഇരിക്കുന്നതെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് കിട്ടിയാൽ എനിക്ക് മരണമുണ്ടാവില്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ ഇത് വളരെയധികം ആവശ്യമുള്ള വാർത്തയാണെന്ന്. ചുമ്മാ വായിട്ടടിക്കാതെ അതിങ്ങിതാ, ഞാൻ പോവാ. എന്നെയും കൂടെ കൊണ്ടുപോകണം, കാരണം ആകപ്പാടെയുള്ള ഒരു ഭൂപടം എന്റെ കയ്യിലാ. ആ ദ്വീപിലേക്ക് പോകുമ്പോ റേഷകാടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അവൻ പറഞ്ഞു. അവന്റെ കയ്യിലായിരുന്നു അതിന്റെ മാപ്പ് ഉണ്ടായിരുന്നത്. അവർ എത്തിച്ചേരുന്നതിന് മുമ്പ് സറായ അവിടെ എത്തിച്ചേർന്നു. ഒരു തരത്തിൽ എത്തിച്ചേർന്നു. ആനകളുള്ള ദ്വീപാണ്, വിശ്വസിക്കാനേ കഴിയുന്നില്ല. അപ്പം നമ്മുടെ വഴി ശരി തന്നെയാണ്. അവര് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു വലിയ കടൽ മൃഗമുണ്ടല്ലോ. ഇവന്റെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? വേറെ ഏതെങ്കിലും വഴിയുണ്ടെന്ന് നോക്കണം. കപ്പൽ ആ കടൽമൃഗം തകർത്തു. ഹക്കീം, സിറായ അവിടെ നിന്ന് ചാട്. വേഗം സിൻബാദ്, കരയിലേക്ക് അടുക്കൂ. ഇത് പിടിച്ചോ. നീയും എന്നെ ഒരിക്കൽ രക്ഷിച്ചതല്ലേ, അതുകൊണ്ടാണ്. വേഗം പോകൂ സിൻബാദ്, വേഗം ആവട്ടെ. പറ്റുന്നില്ല, കാറ്റ് കുറവാണ്. സിന്ധുബാദ് ആ കടൽമൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിന്റെ വേഗത കൂട്ടി. എന്നാൽ ആ കടൽമൃഗം സിന്ധുബാദിനെയും കപ്പലിനെയും വിഴുങ്ങണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരെ സമീപിച്ചു. ഇങ്ങനെ പോയാൽ കരയിൽ എത്തിച്ചേരാൻ പറ്റില്ല സിൻബാദ്. നീ ബോട്ട് ഓടിക്ക് സിറായ, എന്താണെങ്കിലും പിടിവിടരുത്. ഞങ്ങളോട് എതിർത്ത് ഞങ്ങളെ കൊല്ലാൻ നോക്കുകയാണോ? ഇപ്പൊ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. സിൻബാദ്, വേഗം
വേഗം എന്തെങ്കിലും ചെയ്യൂ. എനിക്ക് ഇത് കൂടുതൽ ഓടിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം ക്ഷമിക്കേ, ഞാൻ എത്തിക്കോളാം.